35 വർഷമായി നമ്മൾ ഈ ഫീൽഡിൽ കളിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ വിത്തുകൾ പാകുന്ന. അപ്പോൾ അങ്ങനെ നട്ടാൽ മാത്രമേ നമ്മൾ ബെഡിങ്ങിൻ്റെ സമയത്ത് എല്ലാം ഒരേ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പൂക്കുളത്തിൽ അഗ്രിഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ റബ്ബർ വിത്ത് മുളപ്പിക്കുന്നത്, അതിൻ്റെ ബാക്കി കാര്യങ്ങൾ, അതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മളിപ്പോൾ വിത്ത് ഞങ്ങൾക്ക് കിട്ടുന്നത് നാഗർകോവിൽ മാർത്താണ്ഡം എന്ന സ്ഥലത്തു നിന്നാണ്. നാഗർകോവിൽ ജില്ലയിൽ മാർത്താണ്ഡം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. അവിടെ നമുക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അവരോട് നമ്മൾ തിരിച്ചു പറയും. അവർ നല്ല വിത്ത് സെലക്ട് ചെയ്തിട്ട് അവർ അവിടുന്ന് ട്രെയിന് കയറ്റി വിടും. നേരത്തെ അത് നമുക്ക് പയ്യന്നൂർ വരെ സാധനം കിട്ടുമായിരുന്നു. പയ്യന്നൂർ ബുക്കിംഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ പയ്യന്നൂർ ബുക്കിംഗ് ഇല്ലാത്തതിൻ്റെ പേരിൽ ഇതിപ്പം ഞാൻ രാവിലെ കണ്ണൂർ പോയിട്ട് അവിടെ നിന്നാണ് ഇത് കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ അവർ കൊണ്ടുവന്നു ഞങ്ങൾ ഇത് ഒരു ദിവസം വെള്ളത്തിലേക്ക് ഇടുകയാണ്. ആ വെള്ളത്തിലിടുന്ന അതാണ് നിങ്ങളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ റബ്ബർക്കുരു വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുളയുടെ പെർസെൻറ്റേജ് കൂടുതൽ കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ വെള്ളത്തിലേക്കിട്ട് നമ്മൾ ഇത് മുളപ്പിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം വെള്ളത്തേക്ക് എടുക്കുമ്പോൾ ഇതിൻ്റെ കാമ്പിൻ്റെ മുള വരുന്ന ഭാഗം അതിന് കുറച്ച് കട്ടി കുറഞ്ഞ് അതിനകത്ത് വെള്ളം കുടിച്ച് കുറച്ച് വലിപ്പം കൂടുതൽ കിട്ടും. അപ്പോൾ മുളയൊക്കെ നല്ല ശക്തിയെ വരും. നമ്മളിപ്പോൾ ഈ വിത്ത് നമ്മൾ ബാരലിൽ വെള്ളത്തിൽ ഇടാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഇതിനകത്ത് മോശം വിത്തുകളൊക്കെ ഇപ്പോൾ കാണുന്നുണ്ട്. ആ മോശം വിത്തുകളൊക്കെ നമ്മൾ ഇപ്പം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ മോശം വിത്തിട്ട് മുളയ്ക്കത്തില്ല. അത് മാറ്റി അതിനകത്ത് കറുപ്പ് ഉണ്ടാവും, മുള വരുന്ന ഭാഗത്ത് ചീഞ്ഞിട്ടുണ്ടാവും. അതെല്ലാം മാറ്റി കളയും. അത് നമുക്കിപ്പോൾ പരമാവധി നമ്മളിപ്പോൾ തിരിഞ്ഞിടുന്നുണ്ട്. അത് കൂടാതെ നമ്മൾ വീണ്ടും ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇത് ബെഡിലേക്ക് ഇടുന്ന സമയത്ത് വീണ്ടും കിട്ടുന്നതെല്ലാം അവിടുന്ന് നമ്മൾ മാറ്റി നമ്മൾ കളയുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ വിത്തിട്ടു. മേലെ ഞങ്ങൾ ഈ കുരു പൊങ്ങി വരാതിരിക്കാൻ വേണ്ടി വെയിറ്റ് വെക്കണം. അപ്പം ചുമ്മാ വെയിറ്റ് വെക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇത് നെറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെയിറ്റ് എടുത്ത് വെക്കുകയാണ്. അത് കല്ല് ഇങ്ങനെയുള്ള സാധനങ്ങൾ കല്ലെടുത്ത് വെച്ച് ഒരാളൊന്നേ. അപ്പം നമ്മളിതിൻ്റെ മുകളിൽ കല്ലെടുത്ത് വെക്കുകയാണ്. ഇത് വെള്ളം ഒഴിക്കുമ്പം അല്ലെങ്കിൽ വിത്ത് വെള്ളം കുടിക്കുമ്പോഴത്തേക്ക് ഇത് പൊങ്ങി വരും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വെയിറ്റ് വെക്കുന്നത്. സൈഡ് വലുത് ചെറുതൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വിത്തിൻ്റെ ഫസ്റ്റ് ഘട്ടത്തിലേക്ക് കഴിയാൻ പോവുകയാണ്. ഇങ്ങനെ ഞങ്ങൾ വിത്ത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഒരു ഗ്യാപ്പ് പോലും ഇല്ലാണ്ട് ഇതിന് വെക്കണം. കല്ല് വെച്ച ശേഷം മാത്രമേ വെള്ളം ഒഴിക്കത്തുള്ളൂ. അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ഇങ്ങനെ വെയിറ്റ് വെക്കാന്ന് വെച്ചാൽ നടക്കില്ല, പൊങ്ങിപ്പോവും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഘട്ടം. അടുത്ത ഘട്ടമാണ് തയ്യാറാക്കുന്നത് എന്നൊന്നും അറിയത്തില്ല. അപ്പം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന റബ്ബർക്കുരു പാകുന്ന ഒരു ഇതിനെ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ചകിരിച്ചോറ് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു 10 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ ഇങ്ങനെ ബെഡാക്കും, ഏരിയ പാടും. ബെഡാക്കിയിട്ട് ഇടും. നമ്മൾ കറക്റ്റ് ലെവലടിക്കും. ലെവലടിച്ച ശേഷം മാത്രമേ നമ്മൾ കുരു പാകത്തുള്ളൂ. നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ എല്ലാം ലെവലാക്കുകയാണ് റബ്ബർ കുരു ഇടാൻ വേണ്ടി. ബെഡ് സാധാരണ പണ്ടൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് പൂഴി ഇതാണ് നമ്മൾ ഈ റബ്ബർ കുരു പായിക്കൊണ്ടിരുന്നത്. പൂഴിക്കൊക്കെ ഭയങ്കര വിലയായി. പിന്നെ നമുക്ക് ഇപ്പം ചകിരിച്ചോറൊക്കെ സുലഭമായി കിട്ടുന്നതിൻ്റെ പേരിൽ കുറച്ചും കൂടെ നമുക്ക് നല്ലത് ചകിരിച്ചോറാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ചകിരിച്ചോറിൽ നമ്മൾ ആക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഇത് ഫുള്ള് ലെവൽ ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ കുരു നിരത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഒരു സൈഡ് നമ്മളത് ലെവലാക്കി. ഇതിങ്ങനെ വെച്ച് ലെവലാക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ കുരു സൈഡിലും കൂടെ വന്നാൽ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചെരിഞ്ഞ് ഓവൽ ഷേപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് അധികം നമുക്ക് പാകാൻ പറ്റത്തില്ല, കുരു വിത്തിടാൻ പറ്റത്തില്ല. കാരണം സ്ഥലത്തിൻ്റെ പരിമിതിയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം പണ്ടത്തെ പോലെ സ്ഥലങ്ങളില്ല. എല്ലാം നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും സ്ഥലങ്ങൾ കുറവാണ്. അപ്പം ഉള്ള സ്ഥലത്ത് നമ്മൾ അത് പരമാവധി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഇപ്പം റബ്ബർ കുരു ഒക്കെ ഇങ്ങനെ വിത്ത് പാകുന്നതും ആരും
ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരും യൂട്യൂബിൽ ചെയ്യുകയില്ല, കാരണം പെട്ടെന്ന് റീച്ച് ചെയ്യുന്ന കിട്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. ഇത് കൃഷിക്കാരെ പരിചയപ്പെടുന്നത് അതുകൊണ്ടാണ്. നമ്മൾ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ, ഇതെങ്ങനെയൊക്കെയാണ് നമ്മൾ തയ്യാറാക്കുന്നത്, ഇത് പ്രാരംഭ ഘട്ടം മുതൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ പണി കാണിച്ചു കൊടുക്കുമ്പോൾ കൃഷിക്കാർ കുറച്ചും കൂടി ഇതിനെപ്പറ്റി ബോധ്യം ഉണ്ടാവും. ഇപ്പം നമ്മൾ ഇത് വിത്ത് ഇടാൻ തുടങ്ങുകയാണ്. ഇങ്ങനെയാണ് നമ്മൾ വിത്തുകൾ പാകുന്ന, ഒന്നിന് മേലെ നമ്മൾ കറക്റ്റ് ഇങ്ങനെ വെക്കുകയാണ് പാകി. ഉണ്ടോ? നമ്മളിപ്പോൾ ഇതുണ്ടോ, ഇത് നമ്മൾ സൈഡെല്ലാം കറക്റ്റാക്കി നമ്മൾ ഇതിൻ്റെ ബഡ് തയ്യാറാക്കി അത് മേലെ നമ്മൾ ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുരുകളെല്ലാം ഒരേപോലെ ലെവലിൽ കിടക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അത് അങ്ങനെ ചെയ്ത് ഉറപ്പിച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് കിടന്നോളും. ഇങ്ങനെ നമ്മൾ ലെവൽ ചെയ്ത ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ വിത്ത് ഇതിൻ്റെ മുകളിൽ നിരത്തി അതിന് മുകളിൽ വീണ്ടും നമ്മൾ ചകിരിച്ചോറ് ഇട്ടിട്ട് ചകിരിച്ചോറ് വെച്ചിട്ട് നമ്മൾ മൂടുകയാണ്. കാരണം കുരു ഒന്നും പുറത്ത് കാണാൻ പാടില്ല. അപ്പം വിത്ത് നമ്മൾ ഇത് ലെവലാക്കി ഇനി നമ്മൾ വിത്തിൻ്റെ മേലെ പാകുകയാണ് കേട്ടോ. നമ്മൾ ആദ്യം കാണിച്ചു. ഇതിങ്ങനെ അരികൊക്കെ കറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇത് സൈഡിൽ കൂടെ എല്ലാം കറക്റ്റായിട്ട് വരും. അപ്പം നമുക്ക് പരമാവധി സ്ഥലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ തയ്യാറാക്കുന്നത്, ഒരു ഗ്യാപ്പ് ഇല്ലാണ്ട്. ചില ആൾക്കാരൊക്കെ വന്ന് പറയും ഒരു കുരുവിന് 10 പൈസയല്ലേ ഉള്ളൂ, ഇതിനാണ് 100 രൂപ 110 രൂപ 150 രൂപയൊക്കെ വാങ്ങുന്നത് ചോദിക്കും. പക്ഷേ ഇതിൻ്റെ അധ്വാനവും അതിൻ്റെ പേഴ്സൻറ്റേജൊക്കെ ആരും അത് കണക്ക് കൂട്ടിയാൽ ചിലർ 80% ഉണ്ട് 90% കിട്ടുമെന്നൊക്കെ പറയും. ഇതൊന്നും കിട്ടത്തില്ല. കറക്റ്റ് ആരും ഇത് അളന്ന് നോക്കാറില്ല. ഇത് എത്ര, ഇത് നമ്മൾ 1 കിലോ കുരു എത്ര ഉണ്ടെന്ന് എണ്ണിയിട്ട് നമ്മൾ ഇത് പാകിക്കഴിഞ്ഞാൽ അതിൻ്റെ പേഴ്സൻറ്റേജ് കറക്റ്റ് അറിയാൻ പറ്റും. അപ്പം മൊത്തം തൂക്കത്തെ കൊണ്ട് അത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തൈ എടുത്ത് വെച്ച് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടിയെന്ന് അറിയാൻ പറ്റും മുള. ഇതിപ്പം ഞങ്ങൾ പാകി ഇതിൻ്റെ മുകളിൽ ചകിരിച്ചോറ് വെതറും. 2 പേര് ചകിരിച്ചോറ് തിണ്ടോ? 2 പേര് ചകിരിച്ചോറ് തിണ്ടോ? അപ്പം ഇനി നമ്മൾ ആ ഗ്യാപ്പ് കൂടി ഇടണം കേട്ടോ. ഗ്യാപ്പ് ഇട്ടു. അതിന് മുകളിൽ ചകിരിച്ചോറ് ഇട്ടോ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിട്ടിട്ട് ഇത് ഞങ്ങൾ ഇത് മുള കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബെഡിൽ കിടക്കുന്ന ചകിരിച്ചോറ് ലാസ്റ്റ് ഞങ്ങൾ ഇവിടെ ടാങ്കുണ്ട്, ഈ ടാങ്കിലേക്ക് മാറ്റും. ഇത് ഞങ്ങൾ പച്ചക്കറി വിത്ത് തയ്യാറാക്കാൻ വേണ്ടിയൊക്കെ അതിന് മീഡിയ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. നല്ല അന്നത്തെ 1 വർഷം കഴിയുമ്പോഴത്തെ എല്ലാം പൊടിഞ്ഞ് നല്ല ലെവലായി നല്ല പൊടിഞ്ഞ് നല്ല ആയി വരും. അപ്പോൾ നമുക്ക് വിത്ത് പാകാനൊക്കെ നല്ല എളുപ്പമാണ്. ഇത് നമ്മൾ ഇതിൻ്റെ മുകളിൽ ചകിരിച്ചോറ് വിതറുന്നതിൻ്റെ കാര്യം നമ്മൾ ചാക്കിട്ടാൽ മതി. ചാക്കോ അങ്ങനെയുള്ള ഇപ്പം ചണച്ചാക്കുകളൊന്നും കിട്ടാനില്ല. അപ്പോൾ നമുക്ക് ഇത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും, നഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചകിരിച്ചോറ് തന്നെ ഉപയോഗിക്കുന്നത്. അല്ല മണ്ണിടാം ഒക്കെ ഉപയോഗിക്കാം. പക്ഷെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം ഇപ്പോൾ ചകിരിച്ചോറ് തന്നെയാണ്. നമുക്ക് ഇത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം കഴിയുമ്പോൾ ഞങ്ങളിത് കുരുവെല്ലാം പെറുക്കി ക്ലീൻ ആക്കിയിട്ട് ഞങ്ങൾ വീണ്ടും ഉപയോഗിക്കാൻ എടുക്കുന്നതാണ്. അതുകൊണ്ടാണ് ചകിരിച്ചോറ് ഉപയോഗിക്കുന്നത്. ഇനി ഇത് ചകിരിച്ചോറ് ഇട്ടതിന് ശേഷം അതിൻ്റെ മേലെ ഞങ്ങൾ പഴയ നെറ്റോ ചാക്ക എന്തെങ്കിലും ഇട്ട് കൊടുക്കും. കാരണം കുറച്ച് ചൂട് കിട്ടാൻ വേണ്ടി. അതിപ്പം വേഗം മുളയ്ക്കാൻ സാധ്യത കൂടുതൽ അതിൻ്റെ മേലെ ഒന്നുകൂടെ നെറ്റോ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. കാരണം തണുപ്പ് നിൽക്കും. ഇപ്പം നമ്മൾ ഇത് ഈ വിത്ത് പാകുന്നത് നമ്മൾ സാധാരണ ഒരു തവണയായിട്ട് പാകിയല്ല, ഒരു പ്രാവശ്യം 5-10 ചാക്ക് കൊണ്ടുവരും. അതിനുശേഷം ഞങ്ങൾ അതിൻ്റെ പണി കുറച്ച് ഈ ഭാഗത്താണ് കപ്പുകളൊക്കെ നിരത്തുന്നത്. അങ്ങോട്ട് ഞങ്ങൾ നടാൻ തുടങ്ങുമ്പോഴത്തേക്ക് അടുത്ത സെക്ഷൻ കൊണ്ടുവരും. ഒരു 2-3 സെക്ഷനായിട്ട് ഞങ്ങൾ കുരു പാകുന്നത്. അപ്പം ഇത് ഇനി പാകി ഒരു 15 ദിവസം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ മുള വരാൻ തുടങ്ങും. അപ്പം മുള വന്ന് ഒരു 5 സെൻറ്റിമീറ്ററൊക്കെ നീളം വന്ന് ഇല വിടരാൻ വേണ്ടി ഇങ്ങനെ കറുപ്പ് കളർ വരുന്ന സമയത്ത് ഞങ്ങളത് പറിച്ച് വീണ്ടും ഞങ്ങൾ കപ്പിലേക്ക് നടും. കപ്പിലേക്ക് നട്ട് പിന്നെ അത് നടുമ്പോൾ അത് ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ തൈകളെല്ലാം ഒരേ ഐക്യരൂപമുള്ള തൈകളാണ് നടുത്തുള്ളൂ. ഒരു ലൈനിൽ നടുന്ന തൈകളെല്ലാം ഒരേപോലെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ നട്ടാൽ മാത്രമേ നമ്മൾ ബെഡിങ്ങിൻ്റെ സമയത്ത് എല്ലാം ഒരേ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത പക്ഷം വെച്ചാൽ നമ്മളിപ്പോൾ ഒരു 5000 തൈ ഉണ്ടെങ്കിൽ ചിലപ്പം ആദ്യത്തെ സെക്ഷനിൽ നമുക്ക് ബെഡ് ചെയ്യാൻ നേരത്ത് ചിലപ്പോൾ ഒരു 3000 തൈയെ കിട്ടുള്ളൂ.
പിന്നെ ബാക്കി 2000 രൂപ എവിടെയാണ് നിൽക്കും. പിന്നെ 2 സെക്കൻഡ് റൗണ്ടൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ വരുള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ പാകുന്ന സമയത്ത് നഴ്സറിക്കാരൊക്കെ ആണെങ്കിലും കറക്റ്റ് ഒരേപോലെ തൈകൾ ഓരോ ലൈനും വെക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ബെഡിങ് എല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. എല്ലാ കാര്യങ്ങളും ഒരേ സമയത്ത് ഇത് ബെഡിങ്ങിൻ്റെയൊക്കെ അത് ഞങ്ങൾ പിന്നീട് വീണ്ടും പറഞ്ഞു തരാം, കാണിച്ചു തരാം. അതെല്ലാം കുറേ സങ്കീർണതയുള്ള കാര്യങ്ങളാണ്. ഇതൊന്നും അത്ര നിസ്സാരമായ നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ലത്. നമ്മളിങ്ങനെ കാലങ്ങളായിട്ട് 35 വർഷമായി നമ്മൾ ഈ ഫീൽഡിൽ കളിക്കുന്നു. അപ്പോൾ നമുക്കിതിൻ്റെ ഓട്ടോമാറ്റിക്കലി അതങ്ങ് വന്നു പോകും. പുതിയതായിട്ടൊക്കെ ഒരാൾ നേഴ്സറി ഫീൽഡിലേക്ക് കടക്കുകയാണെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഇതെല്ലാം പഠിച്ച് ഇതെല്ലാം സമയത്ത് ചെയ്യാനൊക്കെയുള്ള അറിവുകൾ വേണം, എന്നാലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ബെഡ്വുഡ് വേണം, അത് ഞങ്ങൾ വേറെ സെക്ഷനിലുണ്ട്, അത് നമ്മൾ പിന്നെ കാണിച്ചു തരുന്നതായിരിക്കും. ഇപ്പം നമ്മൾ വിത്ത് പാകി കണ്ടോ, വിത്ത് പാകിയിട്ട് അതിൻ്റെ മുകളിൽ ചകിരിച്ചോറിട്ട് ഞങ്ങൾ കറക്റ്റാക്കി വെച്ചേക്കണം. ഇപ്പം വിത്തൊന്നും പുറത്ത് കാണത്തില്ല. ഇനി ഇത് നമ്മൾ വെയിൽ ഇപ്പം ഇതിൻ്റെ ഒരു തണൽ കൊടുക്കും. തണൽ കൊടുക്കുകയെന്ന് വെച്ചാൽ നെറ്റിട്ടിട്ട് മൂടും. നെറ്റിട്ട് അല്ലെങ്കിൽ ഓലയോ അല്ലെങ്കിൽ ചാക്കൊക്കെ ഇട്ട് മൂടാം. നമുക്കിപ്പോൾ ഇവിടെ സൗകര്യപ്രദമായിട്ട് നെറ്റുള്ളതിന് വലിയ നെറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നെറ്റിട്ട് മൂടി കഴിഞ്ഞാൽ നമ്മളൊരു 15 ദിവസം കഴിയുമ്പോൾ ഇത് മുളയ്ക്കാൻ തുടങ്ങും. മുളയ്ക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരു 4 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ ആകും ഞങ്ങളെടുത്ത് വീണ്ടും എടുത്ത് കൂടക്കകത്തേക്ക് കപ്പിലേക്ക് ഞങ്ങൾ മാറ്റി ഫീൽഡിലേക്ക് നടുന്നതാണ്. ബാക്കി അതൊക്കെ മുള വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മൾ ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് ഇതിന് ബാക്കി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഭാഗങ്ങളൊക്കെ കണ്ട് അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.